ഡോക്ടർ എസ് എസ് ലാൽ, നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. എത്ര പിഴവുണ്ടായാലും എത്രത്തോളം പിഴവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും ഇങ്ങനെ തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യം. നേരത്തെ സബീർ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തുകൊണ്ട് FIR ഇട്ടു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ FIR ഇട്ടു എന്ന് പറയുന്നതാണ് വളരെ മാതൃകാപരമായ നടപടി. അത് ഞങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ലല്ലോ എന്ന നിലയ്ക്കാണോ കാണുന്നത് എന്നത് പോലും അറിഞ്ഞുകൂടാ. അതിനപ്പുറത്തേക്ക് ഈ ഡോക്ടർ ഇന്നും ചികിത്സ നൽകുകയാണ്. ഹർഷയുടെ കാര്യത്തിലും അതെ. അതായത് മനുഷ്യന്റെ ജീവനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പ്രവർത്തിക്കേണ്ടി വന്നു. ശരി, അതൊരു വീഴ്ച എന്ന് വിചാരിക്കാം. എന്നിട്ട് അതിനെ മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടാവുക. അതിനു മുൻപ് ആ ചികിത്സ നൽകാൻ വേണ്ടി പണം വാങ്ങുക, അതിനുശേഷം അത് മറച്ചു വെക്കാൻ വേണ്ടി പണം അങ്ങോട്ട് കൊടുത്ത് സഹായിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴും ഈ സംവിധാനത്തിനുള്ളിൽ തുടരാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. മാധുവിനകത്ത് വ്യത്യസ്ത വിഷയങ്ങളുണ്ട്. ഈ ചികിത്സയ്ക്കിടയിലുള്ള അപകടങ്ങൾ ലോകത്ത് എല്ലായിടത്തും സംഭവിക്കാറ്. അതെ, അത് മനഃപൂർവ്വം നമ്മൾ ഡോക്ടർമാർ ചെയ്യുന്നതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാനും പാടില്ല. കാരണം സർക്കാർ ആശുപത്രികളിലൊക്കെ ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷമാണ്. ഉപകരണങ്ങൾ സമയത്ത് വയ്ക്കുമ്പോൾ കാണില്ല, സിസ്റ്റർമാർ തപ്പിയൊക്കെ കിട്ടില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിൻ്റെ ഇടയിലാണ് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് ചെന്ന് കണ്ടാലേ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചികിത്സയിൽ പ്രതീക്ഷിക്കാത്ത അപകടങ്ങളും വരും. ഇപ്പോൾ സബീർ പറഞ്ഞതിനകത്തൊരു കൺസേൺ എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ചില തൈറോയിഡ് ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അപൂർവമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സെൻട്രൽ വെയിനൊക്കെ ഇടേണ്ടി വരും. അതൊക്കെ ചികിത്സയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് ഡോക്ടർമാരുടെ മനഃപൂർവ്വമുള്ള അശ്രദ്ധയായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ചിന്താഗതിയായിട്ടോ നമ്മൾ തിരിച്ചിരിക്കരുത്. കാരണം നമുക്ക് കേരളത്തിൽ ഡോക്ടർമാരില്ലാത്തൊരവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോഎൻട്രോളജിൽ 13 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ പോസ്റ്റ് ഒഴിഞ്ഞു നടക്കുകയാണ്. പാവങ്ങളുടെ വയറ്റിൻ്റെ അസുഖങ്ങൾ ചികിത്സിക്കാൻ ഡോക്ടർമാരാണ്, ആരും ചേരുന്നില്ല. അത് മൊത്തത്തിൽ ഡോക്ടർമാർ കുഴപ്പം കാണിക്കുന്ന ധാരണ വരാനും പാടില്ല. അത് കേൾക്കുന്ന ജനങ്ങളും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപകടങ്ങൾ പറ്റും. അത് ഉത്തരവാദിയാണ്. പറഞ്ഞല്ലോ, സ്വാഭാവികമായി മനുഷ്യന്മാരാണ് ഇത് ചെയ്യുന്നത്, മെഷീൻ അല്ല. പ്രശ്നങ്ങൾ വരും, അത് ചിലപ്പോൾ പരിഹരിക്കേണ്ടി വരും, അതിന് ഒരു പക്ഷെ നടപടിക്ക് വിധേയരാകേണ്ടി വരും, നമുക്ക് കണ്ടു നിൽക്കേണ്ടി മാത്രം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സമർത്ഥമായത് മറച്ചു വെക്കാൻ കൂടി കഴിയുന്ന ഒരുതരം ഒരു ലോബിങ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മറച്ചു വെക്കുന്ന തെറ്റ് തന്നെയാണ്. മറച്ചു വെക്കുന്ന തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് കൃത്യമായ സൂചന കിട്ടാൻ സംസാരിക്കില്ല എന്ന് അറിയാമല്ലോ, അതിനറിയാമല്ലോ. അപ്പോൾ ഇത് നിർബന്ധം ഇവിടെ കൊണ്ട് പത്രസമ്മേളനം ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിക്കുന്ന സർക്കാരാണ്. അപ്പോൾ ഇത് പുറത്തു പോകാതിരിക്കാനായിട്ട് ഗവൺമെൻറ് സ്വാധീനം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് കൃത്യമായ തെളിവില്ല, പക്ഷേ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡോക്ടറിലോ അല്ലെങ്കിൽ ഒരു ടീമിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ ചികിത്സിക്കുന്ന ആകെ 30% രോഗികളാണ്. നേരത്തെ സുഹൃത്ത് പറഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചിലവ്. അത് സത്യമാണ്. പക്ഷേ അത് 70% ജനങ്ങൾ സ്വന്തം കഴിയുന്നതാണ്. ചികിത്സയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്ന സംസ്ഥാനം കേരളമാണ്. പക്ഷെ അതിൻ്റെ 70% ജനങ്ങൾ അവരുടെ പോക്കറ്റിൽ നിൽക്കുകയാണ്, അല്ല സർക്കാരല്ല ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതിന് എന്നെ കൂടെ സാക്ഷിയാക്കി റെജി പറഞ്ഞു, ഞാനതിന് കൂട്ടുന്നു നിൽക്കുന്നില്ല. കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർക്കാനായിട്ടാണ് കുപ്രചരണം പറഞ്ഞത് തെറ്റാണ്. മുഖ്യമന്ത്രി പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. നമ്മൾ അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെന്നല്ലേ അവർ പറഞ്ഞു, തിരുത്തുമെന്നല്ലേ പറയുന്നത്. തിരുത്താറുണ്ടല്ലോ. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തെറ്റുപറ്റി നമ്മൾ തിരുത്തണം. അത് പറയുമ്പോഴത്തേക്കും ഇത് കേരളത്തിൻ്റെ 1-ാം നമ്പർ സ്ഥാനം കളയാൻ വേണ്ടി കുപ്രചരണമാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അങ്ങനല്ല, തിരുത്തലിലൂടെയാണ്. മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നതിന് തിരുത്തലിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന പല മരുന്നുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, പുതിയ മരുന്നുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ തിരുത്തി തന്നെ പോകണം. അപകടങ്ങൾ പറ്റിയാൽ തിരുത്തണം. അത് നമ്മൾ പറയുക മാത്രമല്ല, ഈ പിഴവ് മാത്രമല്ലല്ലോ ഡോക്ടർ എസ് എസ് ലാൽ. ഈ ഡോക്ടർക്കെതിരായ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം പണം ജനങ്ങളിൽ നിന്ന് വാങ്ങി, അദ്ദേഹം സർജറിയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ട മാനിപ്പുലേഷൻ നടത്തി, ഇങ്ങനെ പല ആരോപണങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കുക. അല്ലെങ്കിൽ ഇത്രയും വിവാദമായ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു നടപടിയോ ചോദ്യം ചെയ്യലെങ്കിലും ഉണ്ടാവുക, വിശദീകരണം തേടലെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംവിധാനം നടക്കണ്ടേ? അദ്ദേഹത്തെ ഡോക്ടർ ചെയ്താൽ തെറ്റാണ്. ഓപ്പറേഷൻ വേണ്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പണം വാങ്ങിച്ചെങ്കിൽ അതിന് യാതൊരു ന്യായീകരണവുമില്ല. അത് ഒരു ന്യായീകരിക്കാനേ കഴിയില്ല. പിന്നെ ഒരു റെജി പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട. മെഡിക്കൽ കോളേജുകളിൽ സ്വകാര്യ പ്രാക്ടീസ് നിർത്തിയിട്ടുണ്ട്. അവിടെ പ്രാക്ടീസ് റിലേ ചെയ്യുന്നതിൽ തെറ്റാണ്. ആരോഗ്യവകുപ്പിൽ ഇപ്പോഴും സ്വകാര്യ പ്രാക്ടീസ് അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ഈ ശമ്പളം കുറച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് സൗജന്യമാണ്. മാത്രമല്ല, രോഗികളുടെ സൈഡിൽ നോക്കണം. ആശുപത്രികളിൽ ചിലപ്പോൾ പകൽ സമയം വരാൻ പറ്റാത്ത തൊഴിലാളിക്ക് വൈകുന്നേരം ഡോക്ടറെ പോയി കാണണം. സർക്കാർ ഡോക്ടർ ചികിത്സ കൊടുക്കുന്നുണ്ട്. അല്ല ഡോക്ടർ, വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുമ്പോൾ അത് ജനറൽ ആശുപത്രിയിലെ അല്ലെങ്കിൽ മറ്റു ആശുപത്രികളിലെ ശസ്ത്രക്രിയ നേരത്തെ ആക്കാൻ വേണ്ടി പണം വാങ്ങാനുള്ള സംവിധാനമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റാണ്. ചെയ്തുകൂടെ. അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്തുകൂടെ. വീട്ടിൽ വന്നൊരു പനിക്കോ അല്ലെങ്കിൽ അസുഖത്തിന് വരുമ്പോൾ കൺസൾട്ടേഷൻ വാങ്ങുന്നവരുണ്ടായിരിക്കാം.
അത് അവരുടെ തീരുമാനമാണ്, സർക്കാർ അനുവദിച്ചിരിക്കുമ്പോൾ വാങ്ങാത്തവർ. ഞാനത് വാങ്ങിച്ചിട്ടില്ല, വേണ്ടാന്ന് പറയുക. അപ്പോൾ വീട്ടിൽ വന്ന ഒരാളെ കണ്ടാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരെ ഒറ്റ കാരണം ഞാൻ പൈസ വാങ്ങില്ലായിരുന്നു, നോക്കേണ്ടി വരും. പലപ്പോൾ വളരെ അടുത്ത ഒരാളായിരിക്കും വീട്ടിൽ കയറി വരുന്നത്, അയാൾ നോക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നോക്കി നമ്മൾ പൈസ വാങ്ങാതിരിക്കാം. വാങ്ങുന്നതിന് സർക്കാർ അനുവാദം കൊടുത്തുകൊണ്ട് വാങ്ങുന്നവർ വാങ്ങും. പക്ഷേ സർക്കാർ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ ഓപ്പറേഷന് വേണ്ടിയിട്ടോ നേരത്തെ ഡേറ്റ് ഇത്തരം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നെങ്കിൽ അത് സത്യം പറഞ്ഞ ക്രിമിനൽ കുറ്റമാണ്. അത് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പണം കൊണ്ട് പഠിച്ചവരും കൂടെയാണ് മിക്കവാറും എല്ലാവരും. നികുതി പണം കൊണ്ട് പഠിച്ചവർ തിരിച്ച് അവിടെ സ്വന്തം ആശുപത്രിയിൽ നിന്ന് ക്ലിനിക്കിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നത് തെറ്റ് തന്നെയാണ്. അതിനകത്ത് യാതൊരു ന്യായീകരണവും ഇല്ല. തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ഇനി അത് ആ പ്രാക്ടീസ് മാറ്റാനായിട്ട് ഡോക്ടർമാരുടെ സംഘടനകൾ തന്നെ ശ്രമിക്കുകയും. ശരി.